സൈൻഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. ഇതാണ് ബ്രൈഡ്. ഗ്രൂം രേണു സുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ. രേണു സുധിയുടെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ആരൊക്കെ കണ്ടു? ആരൊക്കെ പോയിട്ട് രേണു സുധി സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചു? ഞാൻ എന്തായാലും ചെയ്ത് വെച്ചിട്ടില്ല. കാരണം അമ്മച്ചിയുടെ വീഡിയോ അല്ലേ, അപ്പം അത് ഏത് രീതിയിലാണേലും 2 ദിവസം കഴിയുമ്പോൾ പുറത്ത് വരുന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരാശ്വാസം. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ട്. എന്തിനാണോ എന്തോ. ഹായ്, ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഒരുപാട് എന്താ പറയുക, വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. പിന്നെ എന്തിനാണോ എന്തോ മാരേജ് സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ച് ഇപ്പോൾ വന്നത്? മറുപടി പറയാൻ വേണ്ടി തന്നെ അല്ലേ? അവസരത്തിനുമല്ല രേണു സുധി വന്നത്. കുറേ പേരുടെ എന്താ പറയുക പ്രശ്നം, രേണു മാത്രം മതി, സുധി മാറ്റം. എൻ്റെ ഹസ്ബൻഡാണ് സുധിച്ചേട്ടൻ. ഓക്കെ, ഇതെൻ്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, അതായത് the 4th schedule C section 13 of the Special Marriage Act 1954 certificate of marriage. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ. നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് ഇതാണ് എൻ്റെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ്, സുധി എൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയുന്നു എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നേ? നാട്ടുകാർ വന്നിട്ട് പേര് മാറ്റുക എന്ന് പറയുമ്പോൾ പേര് മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ മാറ്റണ്ട എന്നും പറഞ്ഞ എക്സ്പ്ലനേഷനും കൊണ്ട് വരേണ്ട ആവശ്യം എന്തുവാ? ഇതൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഇതെടുക്കും, റിയാക്ട് ചെയ്യും എന്ന് അമ്മച്ചിക്ക് അറിയാം. അതുകൊണ്ട് മാത്രം അമ്മച്ചിക്ക് ഇതൊരു കണ്ടന്റ്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതൊരു കോണ്ടന്റ്, അത്രേ ഉള്ളൂ. Okay, I Santosh Kumar Sahu, marriage officer for Tengana, hereby certificate on the 17th day of May 28, Sudhi Shivadasan Das, Valyavala, Vadakkedil, Mangadi Dio, address, presence of 3 witness who has signed. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വരും. ഇതിനു മുമ്പ് ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. കാരണം ഞങ്ങൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പം ഞാൻ സുധിയുടെ ഭാര്യയാണെന്നും പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങിക്കോളൂ. കഷ്ടമടേ, നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലേ നിങ്ങൾ സുധിയുടെ ഭാര്യയാണെന്നുള്ള കാര്യത്തിൽ? അല്ല, അറിയാൻ വേണ്ടി ചോദിക്കുക. നിങ്ങളിങ്ങനെ തോന്നുമ്പോൾ ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ സുധിയുടെ ഭാര്യയാണ് എന്ന് പറയുന്നതുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല നിങ്ങളാണ് സുധിയുടെ ഭാര്യ എന്നുള്ള കാര്യത്തിൽ? അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ്. ഇതാണ് ബ്രൈഡ്. ഗ്രൂം രേണു സുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഞങ്ങളുടെ. മനസ്സിലായോ? അപ്പം എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. ഇപ്പോഴും കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫാണ് ഞാൻ. സോ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധിക്ക് എന്നും, അതായത് സുധിച്ചേട്ടൻ്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം സുധിച്ചേട്ടൻ്റെ പേര് യൂസ് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഓൾറെഡി ഇന്ത്യൻ ആക്ട് പ്രകാരം, സ്പെഷ്യൽ ആക്ട്, മാരേജ് ആക്ട് പ്രകാരം എനിക്ക് തന്നിട്ടുള്ള അവകാശമാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങ് കേട്ടോ. എന്നെ അങ്ങോട്ട് ഭരിക്കാൻ, ഒരുപാട് അങ്ങോട്ട് സുധിച്ചേട്ടൻ്റെ പേര് മാറ്റടി എന്ന് പറഞ്ഞ് ഭരിക്കാൻ വരണ്ട. അയ്യോ, നിങ്ങൾ വിചാരിക്കല്ലേ നമ്മൾ നിങ്ങളോടുള്ള ഇതുകൊണ്ട് പറയുകയാണെന്ന്. ഒരിക്കലല്ല. ആ മനുഷ്യന് നിങ്ങൾ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരു ലോഡ്. എന്നിട്ട് വീണ്ടും സുധി എന്ന് പറഞ്ഞ് വിറ്റ് നടക്കുന്ന കണ്ടുകൊണ്ട് ഒരു ആ സുധിച്ചേട്ടനോടുള്ള ഒരു സഹതാപം കൊണ്ട് പറഞ്ഞു പോകുന്നത് ആ പേരെടുത്ത് മാറ്റി തള്ള എന്നുള്ളത്. മരിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ അങ്ങനെ കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത് നിങ്ങൾ കൊടുക്കത്തില്ല. അത് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ച് വന്നുകൊണ്ട് പറഞ്ഞില്ലോ. ഇനി പിന്നെ ഒന്നും പറയാനില്ല. ഇനി ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാവേ. ഹായ്, ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ ബിസി തിരക്ക്
തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും അയ്യോ, നിങ്ങളുടെ സമയമുള്ള പോലെ വന്ന് എക്സ്ക്ലൂസീവ് തരുന്നതും കാത്തിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു നിൽക്കുമോ കുറേ എണ്ണങ്ങൾ, ലൈംഗിക ദാരിദ്ര്യമുള്ള കുറേ എണ്ണങ്ങൾ. പോയി കാണിച്ചു കൊടുത്തിട്ട് വാങ്ങാൻ പറ്റി. ചില അവന്മാരുണ്ട് കോലിൽ തുണി ചുറ്റിയാൽ പോലും കാണാൻ നടക്കുന്ന കുറേ എണ്ണങ്ങൾ. അതുപോലെയുള്ള എണ്ണങ്ങൾക്ക് നിങ്ങൾ പോയി കാണിച്ചു കൊടുക്കുക. ചെല്ലമ്മച്ചി ചെല്ല്. എന്തായാലും ഈ സമയം, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ 11:45 ഒരു 150 രൂപ വെച്ചിട്ട് 500 സംതിങ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കുറേ പൈസ കിട്ടുന്നതല്ലേ. ചെല്ല് പോയി കാണിച്ചു കൊടുക്കുക. ചെല്ല്. സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ, സോ ലവ് യു സോ മച്ച് രേണു സുധി. ബൈ. ലവ് യു നോക്കെ. അയ്യോ വേണ്ട പിള്ളേ, കാണിച്ചു കൊടുക്കും. ഞാൻ കാണാനുള്ള അമ്മമാരൊക്കെ പോയിരുന്ന കാണേ. എന്തായാലും പുറത്ത് വരുന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. കാരണം എന്തായാലും കിട്ടുവടേ. ആരുടെങ്കിലൊക്കെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ പെണ്ണുമ്പിള്ളയുടെ എക്സ്ക്ലൂസീവൊക്കെ കിട്ടും. പിന്നെ വെറുതെ കൊണ്ടുപോയി കളഞ്ഞ് പൈസ കളയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, എന്നാൽ അമ്മച്ചിയോട് പറഞ്ഞത് അമ്മച്ചി മറക്കണ്ട. എന്തായാലും സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പം എൻ്റെ കൊച്ചിനെ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് വരുന്ന പരിപാടി നിർത്തുക. ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ ആ വീടിൻ്റെ പണി നിങ്ങൾ സ്വയം അങ്ങ് ഏറ്റെടുക്കുക. അതും അല്ലെങ്കിൽ ആ സ്ഥലവും വീടും കളഞ്ഞിട്ട് വേറെ വല്ലയിടത്തും പോയിരുന്നു താമസിക്കുക. ആ സ്ഥലം ആ അച്ഛന് തിരിച്ചു കൊടുക്കുക. ആ അച്ഛൻ കുറച്ച് സമാധാനത്തോടെ അവിടെ ജീവിച്ചോട്ടെ. നിങ്ങളെ കാരണം എന്ന് നിങ്ങളവിടെ പോയി താമസം തുടങ്ങിയോ അന്ന് മുതൽ ആ അച്ഛൻ്റെ മനസ്സമാധാനം പോയതാ. നിങ്ങൾ ആ സ്ഥലവും വീടും ഒക്കെ തിരിച്ച് ആരാണോ തന്നത് അവർക്ക് തന്നെ കൊടുത്തേരാൻ പറ്റി. നിങ്ങൾ വേറെ വീട് മേടിച്ചിട്ട് പോകും. എന്തായാലും ഈ സബ്സ്ക്രിപ്ഷൻ വഴി നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും നല്ല പൈസ ഉണ്ടാവും. അപ്പോൾ അമ്മച്ചി ഒരു കാര്യം ചെയ്യണം, ആ വീടും സ്ഥലവും ഉപേക്ഷിച്ച് അങ്ങ് പോവുക. ശരി, എന്നാൽ ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലുമൊക്കെ വിവാദം കൊണ്ടുവരുമ്പോൾ വീണ്ടും സർട്ടിഫിക്കറ്റും പൊക്കി പിടിച്ചുകൊണ്ട് വരണേ കേട്ടോ. മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ സുധിയുടെ ഭാര്യയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വരണം. നിങ്ങൾ വരും. നിങ്ങൾക്ക് കോണ്ടൻ്റ് എന്ന് പറയുന്ന സാധനം എന്ത് വള്ളിക്കെട്ടാണെങ്കിലും എന്ത് വിറ്റിട്ടാണെങ്കിലും ഇനിയിപ്പം ആരെ നാടൻ കിടത്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് കോണ്ടൻ്റ് ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾക്ക് കോണ്ടൻ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു റീച്ചിൽ നിങ്ങൾക്ക് നിൽക്കണം. അത് നിൽക്കാതെ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാകത്തില്ല. കാരണം ശീലമായിപ്പോയി. അതുകൊണ്ടാണല്ലോ ബിഗ് ബോസിൽ നിന്ന് അയ്യോ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വന്നത്. കാരണം പുറത്ത് കാണിച്ചു കൂട്ടിയ തോന്നിയ മാസങ്ങളൊന്നും അതിൻ്റെ അകത്ത് കിടന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൂട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശരി, എന്നാൽ